രാഹുലിനെ ചൊല്ലി കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിലയിരുത്തേണ്ടി വരുമെന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രസ്താവന തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുലിനെതിരെ രണ്ടാമത്തെ പരാതി വെൽ ഡ്രാഫ്റ്റഡ് പരാതി തന്നെയാണെന്നും അത് അങ്ങനെ തന്നെയാണ് നൽകേണ്ടതെന്നും അതിലൊരു തെറ്റില്ലെന്നും VD സതീശൻ പറഞ്ഞു. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതുന്നില്ലെന്നും VD സതീശൻ പറഞ്ഞു. രാഹുലിനെതിരായ പരാതിക്ക് പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നും അത് വെൽ ഡ്രാഫ്റ്റ് ആണെന്നും അത് ആസൂത്രിതമാണെന്നുമായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രസ്താവന. തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ 75.38% പോളിംഗ് രേഖപ്പെടുത്തി. വൈകുന്നേരം 6:30 വരെയുള്ള കണക്കാണിത്. അവസാന കണക്കുകൾ വരുമ്പോൾ ശതമാനം വീണ്ടും ഉയരുമെന്നാണ് സൂചനകൾ. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മലപ്പുറം മുത്തേടം ഗ്രാമപഞ്ചായത്ത് പൈപ്പടത്ത് സ്ഥാനാർത്ഥി മരിച്ചതിനാൽ വാർഡിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. KTU ഡിജിറ്റൽ സർവകലാശാല നിയമനത്തിൽ ഗവർണർക്ക് കനത്ത തിരിച്ചടി. ഗവർണറുടെ ലിസ്റ്റ് കോടതി അംഗീകരിച്ചില്ല. ഒരു പേര് മാത്രം നൽകാൻ സുധാൻഷു ധൂലിയ കമ്മിറ്റിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. പേര് സീൽ വെച്ച കവറിൽ സമർപ്പിക്കണം. വ്യാഴാഴ്ചക്കകം പേര് നൽകണമെന്നും കോടതി പറഞ്ഞു. കഴിഞ്ഞ തവണ ഹർജികൾ പരിഗണിച്ചപ്പോൾ ഗവർണറും സർക്കാരും സമവായത്തിൽ എത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. സമവായത്തിൽ എത്തിയില്ലെങ്കിൽ നിയമനം സുപ്രീം കോടതി നടത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ്. SIR പുരോഗതി വിലയിരുത്താനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നാളെ വിളിച്ചുകൂട്ടാനുള്ള ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കപ്പെടുന്ന ദിവസം തന്നെ ഇപ്രകാരം ഒരു യോഗം വിളിക്കാനുള്ള അധികൃതരുടെ തീരുമാനം അത്ഭുതമുളവാക്കുന്നതാണെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർക്കുള്ള കത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞു. ബലാത്സംഗ കേസിലെ പ്രതിയായതിനെ തുടർന്ന് മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വോട്ട് ചെയ്യാനെത്തി. 15 ദിവസം നീണ്ട ഒളിവ് ജീവിതം അവസാനിപ്പിച്ചാണ് രാഹുൽ എത്തിയത്. പാലക്കാട് കുന്നത്തൂർമേട് സ്കൂളിലെ 2-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തത്. വോട്ട് ചെയ്യാനും പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാനും കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന് സംരക്ഷണ കവചമൊരുക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് ചരിത്ര വിജയം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF നല്ല ആത്മവിശ്വാസത്തിലാണ്. UDF കേന്ദ്രങ്ങൾ ഇത്തവണ LDFനെ സ്വീകരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ ഏഷ്യയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ദുഷ്പ്രചാരങ്ങളാണ് UDFും BJPയും നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ചു. ഇതോടെ രാഹുൽ ഈശ്വറിനെ വീണ്ടും ജയിലിലേക്ക് എത്തിച്ചു. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം പൂജപ്പുര ജയിലിലേക്ക് മാറ്റി. കൊല്ലം അഞ്ചലിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. 3 പേർ മരിച്ചു. ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചവരാണ് മരിച്ചത്. കരവാളൂർ നീലാമാൾ പള്ളിവടക്കതിൽ വീട്ടിൽ ശ്രുതിലക്ഷ്മി, തഴമേൽ ചൂരക്കുളം ജയജ്യോതി ഭവനിൽ ജ്യോതിലക്ഷ്മി, ഓട്ടോ ഡ്രൈവർ തഴമേൽ ചൂരക്കുളം അക്ഷയ് ഭവനിൽ അക്ഷയ് എന്നിവരാണ് മരിച്ചത്. അരുണാചൽ പ്രദേശിലെ ഇന്തോ ചൈന അതിർത്തിയിലെ ഹയൂലിയാങ് ചങ്ലഗാം റോഡിൽ വാഹനാപകടത്തിൽ 22 മരണം. തൊഴിലാളികളുമായി പോയ ട്രക്ക് ആഴമേറിയ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അസമിലെ ടെൻസുകിയ ജില്ലയിൽ നിന്നുള്ള തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ട ട്രക്കിലുണ്ടായിരുന്നത്. വിമാന ജീവനക്കാർ ഉൾപ്പെട്ട വൻ സ്വർണ്ണക്കടത്ത് സംഘത്തെ ചെന്നൈ വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടി. 11,05,00,000 രൂപ വിലമതിക്കുന്ന 9.46 കിലോ സ്വർണം പിടിച്ചെടുത്ത് കസ്റ്റംസ് 5 പേരെ അറസ്റ്റ് ചെയ്തു. നെഞ്ചിലും അരയിലും പ്രത്യേക ബെൽറ്റുകളിൽ ദ്രവരൂപത്തിൽ സൂക്ഷിച്ചിരുന്ന 9.46 കിലോ 24 ക്യാരറ്റ് സ്വർണമാണ് കണ്ടെത്തിയത്. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.